റോസിക്ക് എന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് ഇങ്ങോട്ടെങ്കിലും പൊക്കോളൂ. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത്? അതെങ്ങനെയാ? ഞാനൊരു അനാഥയാണല്ലോ, ആർക്ക് വേണേലും എന്നിട്ട് തട്ടിക്കളിക്കാം. ഇനി എന്നെ കുത്തുവാക്ക് പറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുക്കുകയും ചെയ്യും. പിന്നെ ബാബുസ്വാമി, എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴേ ഇത്രയേ ഉള്ളൂ. ചിലപ്പോ എനിക്ക് നല്ല ഒന്നാം നോക്കി ഉണ്ടായിരുന്നതാ. എന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ? അവളല്ലേലും പണ്ടേ ഒരു ഇളക്കക്കാരിയാ. അവൾ എന്റെ അടുത്ത് എത്ര തവണ കൊഞ്ചാൻ വന്നിരിക്കുന്നു. അവനൊരു സാധുവാണെന്നേ. പക്ഷെ ഞാൻ അവനെ കുറ്റം പറയുള്ളൂ. ആണുങ്ങളായ ഒരു പിടിപ്പുമാണ്. ആണുങ്ങൾക്ക് പിടിപ്പില്ലെങ്കിലേ ആരെങ്കിലും വന്ന് കണ്ണും കൈയും കാണിച്ചാൽ ഭാര്യ ഇറങ്ങി അവന്റെ കൂടെ അങ്ങ് പോകും. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേക്ക്. നീ എന്റെ റൂംമേറ്റാ, മുതലാളിയല്ല. അതാ ഞാനും പറഞ്ഞത്, റൂംമേറ്റാ, മുതലാളിയല്ല. കയറി ഭരിക്കരുത്. അരി കഴുകുക. ആണോ നീ അരി കഴുകാൻ? കാസറ്റ് ഇവിടെ കൊണ്ടു തരുന്നത് വരെ തന്നെ വിടുന്ന പ്രശ്നമില്ല. ദൈവമേ, അയാളെ കാസ്റ്റായിട്ട് തെങ്ങ് വരല്ലേ? എന്താ പറഞ്ഞേ? അല്ല, നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ ഇത് ചിലപ്പോ ഓടിക്കളയാൻ തോന്നുന്നു. ഇയാൾ പിടിക്കൂ, എല്ലാരും പിടിക്കൂ, ആത്മാർത്ഥം പിടിക്കൂ.